ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സോ നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ സവോള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം മതി, അതും ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആക്ച്വലി ഇവിടെ 2 കളർ ക്യാപ്സിക്കം ഹാഫ് ആയിട്ട് എടുത്തു, റെഡ് ആൻഡ് യെല്ലോ. കാരണം എനിക്ക് വീഡിയോയിൽ ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി 2 ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഞാൻ കട്ട് ചെയ്തെടുത്തു. നിങ്ങളപ്പോൾ ഒരു ഫുൾ ക്യാപ്സിക്കം ഇഷ്ടമുള്ളൊരു കളർ എടുത്താൽ മതിയാവും. ഇത്രയും ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബേസ് ഡോ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഡോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 കപ്പ് മൈദ വേണം. സോ ആദ്യം നമുക്ക് മൈദ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ. ഞാൻ ഈസ്റ്റ് അല്ല ചേർക്കുന്നത്, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് ഗ്രാജുവലി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കണം. ഞാനൊരു മീഡിയം സൈസ് പിസ്സേൻ്റെ റെസിപ്പിയാണ് ആക്ച്വലി കാണിക്കുന്നത്. സോ അതുപോലെ എൻ്റെ ബേക്കിംഗ് ട്രേയുടെ സൈസിനനുസരിച്ചാണ് ഞാനിത് പരത്തിയെടുത്തത്. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ പരത്തിയെടുത്ത ഡോ അതിലേക്ക് വെച്ച് കൊടുക്കാം. എഡ്ജസ് ഒക്കെ തിക്കായിട്ടിരിക്കണം, സെൻറ്റർ ഇത്തിരി തിക്ക് കുറഞ്ഞും വേണം. ഇനി ഒരു ഫോക്ക് ഉപയോഗിച്ച് ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് വേണ്ട ടോപ്പിങ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്യാം. കാരണം പിസ്സ സോസിലാണ് ശരിക്കും ഒരു പിസ്സേൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് മെയിൻലി. സോ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മേലേക്ക് ചീസ്, മോസറല്ല ചീസാണ് ഞാൻ എടുത്തേക്കുന്നത്, അതല്ലെങ്കിൽ ഷെഡർ ചീസാണേലും ആഡ് ചെയ്യാം. അതും ഇത് ടോപ്പിങ്സ് എല്ലാം നമ്മുടെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആൻഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രൈഡ് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. സോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1 ലെയർ ചീസും കൂടി നമുക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ടോപ്പിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ഞാൻ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. സോ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക, ഹൈ ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിത് വെച്ചൊരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരെ നമുക്ക് കാണാം. സോ 20 മിനിറ്റ്സ് കഴിഞ്ഞു, എൻ്റെ പിസ്സ റെഡിയായി. ഇനി അത് എടുത്ത് ഒരു 5 മിനിറ്റ്സ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുപോലെ ബേസും പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.